ഇങ്ങനെയൊന്നും അല്ലടാ. നിനക്ക് പ്രാന്താളടാ പന്നി. ഓടിക്കോ പ്രേമ, പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ലാന്ന് തല്ലുകൊള്ളി. ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലത്താണ് വന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ദുബായിൽ താമസിക്കുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ദുബായിൽ ട്രിപ്പിന് വന്നിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് അല്ലെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ട് ഒരു എന്റർടൈൻമെന്റ് പ്ലേസ് ആണ് ഹത്ത വാദി ഹബ്ബ് എന്ന് പറയുന്നത്. ഹത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എത്താവുന്ന ഒരു ഹിൽ സ്റ്റേഷൻ ഏരിയ ആണ് ഹത്ത എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഹത്ത വാദി ഹബ്ബിലാണ്. വാദി ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള എന്റർടൈൻമെന്റ്, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഒരു കിടിലൻ ഏരിയ ആണ് ഹത്ത വാദി ഹബ്ബ് എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് എല്ലാ ടൈമിലും ഓപ്പൺ അല്ല. ഒരു വിന്റർ സീസൺ കണക്കാക്കിയിട്ട് മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്യൂബ് സ്ലൈഡ് എന്ന് പറഞ്ഞൊരു സ്ലൈഡിലാണ്. ഇവിടെ ഓരോ സ്ലൈഡിനും ഇൻഡിവിജ്വലി ആണ് ചാർജസ് അവർ പേ ചെയ്യുന്നത്. ഒരു ടോട്ടൽ ഒരു 6 സ്ലൈഡിന്റെ ഒരു പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ നമുക്ക് താല്പര്യമുള്ള സ്ലൈഡിന് മാത്രം ആ ഒരു ഇതിന്റെ റൈഡിന്റെ പൈസ മാത്രം കൊടുത്താൽ മതിയെന്ന് വെച്ചിട്ട് നമ്മൾ ഇഷ്ടമുള്ള പാക്കേജ് മാത്രം സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു കുഞ്ഞിയ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ ഫാമിലി ആയിട്ട് 4 പേര് 4 ട്യൂബിൽ ഉരുണ്ട് വന്നൊരു സംഭവമാണ്. അത്യാവശ്യം മേഘത്തേക്ക് വെള്ളമൊക്കെ ചെറുതായിട്ട് തെറിക്കുന്നുണ്ട്. പിന്നെ നല്ല സ്പീഡിലാണ് ഇറങ്ങി വരുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും ത്രില്ലൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഒരു ബബിളിന്റെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു കാണുന്ന ബബിൾ പോലത്തെ ഒരു ബോളിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നു. ആളുകളെ പരസ്പരം ഇടിച്ചും ഉന്തിയൊക്കെ നമ്മൾ അത്യാവശ്യം രീതിയിൽ ഫുട്ബോൾ കളിക്കാമെന്നാണ് അതിൻ്റെ ഒരു തീം. പക്ഷേ ഇത് അത്യാവശ്യം ഫിസിക്കൽ ഫിറ്റ്നസ് വേണ്ട ഒരു ഗെയിമാണെന്ന് നമുക്ക് കളിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി. കാരണം നമ്മൾ കാണുന്ന അത്ര എളുപ്പത്തിലല്ല, പെട്ടെന്ന് താഴെ വീണ് കഴിഞ്ഞാൽ എണീക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഗെയിമായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുകളിൽ നിന്ന് നേരത്തെ പോയ ട്യൂബ് സ്ലൈഡിൻ്റെ തൊട്ടടുത്തുകൂടെ വലിയൊരു ബോൾ താഴോട്ട് ഉരുണ്ട് വരുന്നത് കണ്ടില്ലേ? അത് അടുത്തൊരു റൈഡാണ് അവിടെ ഉള്ളത്. ആ ഒരു റൈഡ് നമ്മൾ ട്രൈ ചെയ്യാന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോളിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് വെള്ളമാണ് ഉള്ളത്. ആ വെള്ളത്തിലൂടെ സ്ലൈഡ് ചെയ്താണ് താഴോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു പെയർ ഡ്രസ്സ് കരുതാത്തത് കൊണ്ടാണ് നമ്മൾ ആ ഒരു റൈഡ് ട്രൈ ചെയ്ത് നോക്കാഞ്ഞത് കേട്ടോ. അങ്ങനെ ഈ ബോൾ ഉരുണ്ട് താഴോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇരിക്കുന്ന ഒരാളുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് അത്യാവശ്യം സ്പീഡ് കുറവിലും കൂടിയിട്ടൊക്കെ ആയിട്ട് താഴത്തോട്ട് വരും. പക്ഷെ നല്ലോണം നനയും എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചതിന് ശേഷം ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫുട്ബോൾ കളിയൊക്കെ അവസാനിപ്പിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ മുകളിൽ നിന്ന് മറ്റൊരു ഫാമിലി ട്യൂബിൽ വന്ന് താഴത്തോട്ട് വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു മഡിലൂടെ ഓടിക്കുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് കേട്ടോ. നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിന്നിട്ടും ഇരുന്നിട്ടൊക്കെ ഓടിക്കാൻ പറ്റിയിട്ടുള്ള കിടിലൻ ഒരു റൈഡാണത്. അതിനുശേഷം നമ്മളൊരു വാട്ടർ സ്ലൈഡിന്റെ ഭാഗത്തേക്കാണ് വന്നത്. 1 അവറിനാണ് ഇതിന് ചാർജ് വരുന്നത് കേട്ടോ. അപ്പോൾ പലതരത്തിലുള്ള പല ഹൈറ്റിലുള്ള സ്ലൈഡുകളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു കപ്പാസിറ്റിയും നിങ്ങളുടെ ഒരു ഇതനുസരിച്ചിട്ട് അത്യാവശ്യം വേണ്ട രീതിയിൽ നിങ്ങൾക്ക് 1 അവർ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റൈഡാണത്. അതും കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് കിടന്നപ്പോൾ ഒരു കുഞ്ഞിയ കുതിരയിൽ പോണിയുടെ പുറത്ത് ഒരു കുട്ടീനെ ഇരുത്തിയിട്ട് ഒരു ചേട്ടൻ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നും കഴിഞ്ഞ് നമ്മൾ സിപ്പ് ലൈനിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കുകയാണ്. അപ്പോൾ വലിയൊരു കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴത്തോട്ടാണ് സിപ്പ് ലൈൻ വരുന്നത്. അപ്പോൾ സിപ്പ് ലൈൻ പോകുന്നതിന് കണക്റ്റായിട്ട് ഒരു നെറ്റ് വാക്കിങ്ങിൻ്റെ സാധനം കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും സിപ്പ് ലൈനിലേക്ക് പോകുന്നതല്ലേ എന്ന് കരുതിയിട്ടാണ് നമ്മൾ നെറ്റ് വാക്കിംഗ് എടുത്തത്. പക്ഷേ എടുത്തതിന് ശേഷമാണ് മനസ്സിലായത് അത് അത്യാവശ്യം ഫിസിക്കൽ ഫിറ്റ്നസ് ആവശ്യമുള്ള അല്ലെങ്കിൽ അത്യാവശ്യം സ്ട്രെയിനുള്ള ഒരു പരിപാടിയാണ്. ഇപ്പോൾ റേജിയൊക്കെ വരുന്നത് കണ്ടത് നിങ്ങൾക്ക് അറിയാലേ. കാരണം നമുക്ക് അതിനകത്ത് നടക്കണം എന്നുണ്ടെങ്കിൽ സ്പോർട്സിൻ്റെ പോലത്തെ ഷൂസ് ഇട്ടാൽ മാത്രമേ ഉള്ളിൽ കൂടെ നടക്കാനും പറ്റുള്ളൂ. സാധാരണ ചെരുപ്പിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് വേണ്ട ഒരു ഗെയിമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഹൈക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നത് എന്തിനാന്ന് മനസ്സിലായോ? മുകളിലോട്ട് പോകുന്നത് ഈ പോകുന്ന സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടിയിട്ടാണ്. റെജി മാത്രമാണ് കേട്ടോ സിപ്പ് ലൈനിൽ കയറുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കയറ്റൂല. മിനിമം 45 കിലോ വെയിറ്റെങ്കിലും ഉള്ള ആളുകളെ മാത്രമേ അവർ കയറ്റുള്ളൂ. അപ്പോൾ അന്മേരിക്കും സാവിയോനും കയറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും അന്മേരിയും സാവിയും കയറുന്നില്ല. അപ്പോൾ റെജീനെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു മല കയറാനുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ റെജി ചിലപ്പോൾ സിപ്പ് ലൈൻ വേണ്ടാന്ന് പറഞ്ഞാൽ കയറി വയ്യാണ്ടായിട്ട് അവിടെ സ്റ്റെപ്പും ഇരിക്കുന്നത് കണ്ടില്ലേ. കാരണം ഇത് അത്യാവശ്യം ഹൈക്കുണ്ട്. ഇത് അവിടെ വണ്ടീൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് അവരുടെ ഒരു നേരം കാലമൊക്കെ അനുസരിച്ച് മാത്രമേ ചിലപ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യുള്ളൂ. നമ്മൾ അവിടെ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യുമെന്നാണ് അവർ ചില ആളുകൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ നമ്മളതിനെ തന്നെ ഇവർ ട്യൂബിൻ്റെ ഒരു റൈഡിലേക്ക് വേണ്ടിയിട്ട് നമ്മളതിനെ തന്നെ ഇവർ ഡ്രോപ്പ് ചെയ്ത് തന്നതുകൊണ്ട്. അപ്പോൾ അതങ്ങനെ അത്രയും എല്ലാവർക്കും അങ്ങനെ റൂം എടുക്കാത്തവർക്ക് ഡ്രോപ്പ് ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും. അങ്ങനെ നമ്മൾ നടന്ന് നമ്മളിപ്പോൾ മുകളിൽ എത്തിയിട്ടുണ്ട്. സിപ്പ് ലൈനിൻ്റെ കമ്പിയാണ് ഇപ്പോൾ കാണുന്നത്. റെജി അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അണ്ണനാണ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അണ്ണൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് റെജീന ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പോകുന്നു സിപ്പ് ലൈനിൽ കൂടെ. അത് അത്യാവശ്യം ഒരു ആവറേജ് സ്പീഡിലാണ് പോകുന്നത്. ഒരു എന്താ പറയുക, അത്ര പേടിപ്പെടുത്തുന്ന ഒരു റൈഡ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എൻജോയ് ചെയ്ത് ഈ മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ അവിടെ വാട്ടറിൻ്റെ സ്ലൈഡ് കണ്ടില്ലേ, ഏതാണ്ട് ആ ഭാഗം വരെയൊക്കെ ഇതിങ്ങനെ സ്ലൈഡായി പോകുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പിൽ ഒരു സ്റ്റാൻഡിലാണ് ഇത് പോയി നിൽക്കുന്നത്. അവിടെ ഇറങ്ങാം. അപ്പോൾ താഴത്തുനിന്ന് പോരുമ്പോഴേ ഇതിന് സ്പോർട്സ് ഷൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റൂല എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു.
പക്ഷെ മുകളിൽ വന്നപ്പോൾ അവിടെയുള്ള ആളുകൾ ഭയങ്കര കോപ്പറേറ്റീവ് ആയതുകൊണ്ട് അവർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ സിപ്പ് ലൈൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേർ പറഞ്ഞു പിള്ളേർക്ക് കുതിരപ്പുറത്ത് കയറണം. പോണീൻ്റെ പുറത്ത് കയറണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുതിരനെ കണ്ടപ്പോൾ വലിയ കുതിരയുടെ പുറത്ത് കയറേണ്ട ഒരു ആഗ്രഹം. ഒരാൾക്ക് 25 ദിറംസാണ് ചാർജ് ചെയ്തിട്ടോ. ഒരു റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100-150 മീറ്റർ അവർ ഒരു 1 സൈഡ് പോകും, തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവരും. അങ്ങനെ കുതിരപ്പുറത്തുള്ള റൈഡൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം രണ്ടുപേരും തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫാമിലി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫൺ ഡേ ആക്ടിവിറ്റിക്ക് പറ്റിയുള്ള സ്ഥലമാണ് അത്താവാദി ഹബ്ബ്.